തിരികെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടെയാണ് ഇരുവരെയും കോടതിയിൽ എത്തിച്ചത്. ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാകും? വിശദാംശങ്ങൾ. അനുജ, കോടതിയിലെത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ മുരാരി ബാബുവിനെയും ഇപ്പോൾ കോടതി നടപടി പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറെ പ്രധാനം വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് വീണ്ടും റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇരുവരുടെയും പങ്ക് നേരത്തെ തന്നെ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്വേഷണ സംഘം പ്രധാനമായും പറഞ്ഞത് ഈ പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട നേരിട്ട പങ്കുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അത് വളരെ കൃത്യമായി തന്നെ തെളിയിക്കാൻ കഴിഞ്ഞു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് സംബന്ധിച്ച കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരെയും റിമാൻഡ് വീണ്ടും നീട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായും അന്വേഷണ സംഘം പറയുന്ന കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട തന്ത്രിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ എ പത്മകുമാർ നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. വീണ്ടും ഇരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ റിമാൻഡിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനത്തിലേക്കടക്കം നിലവിൽ അന്വേഷണ സംഘം കടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങളിലേക്ക് വിവരശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രയും തമ്മിൽ എങ്ങനെയാണ് ബന്ധമുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു, അത്ര ഡെപ്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടായേക്കും എന്ന സൂചന കൂടി അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇരുവരെയും കോടതിയിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ ഇരുവരെയും കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വീണ്ടും ജയിലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. കാരണം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഈ സ്വർണ്ണപ്പാളി കേസിലും അതുപോലെ തന്നെ ഈ കട്ടളപ്പടി മോഷണ കേസിലും ഈ 2 കേസിലും ഇന്നലെ തന്നെ ജാമ്യം കോടതി നിഷേധിച്ചിരുന്നു. ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞത്. ആ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇവിടെ എത്തിച്ച് റിമാൻഡ് എക്സ്റ്റൻഷൻ കൂടി ഇപ്പോൾ പൂർത്തിയാക്കി തിരിച്ചു മടക്കിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനവും അന്വേഷണ സംഘം നിലവിലെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.